രാവിലെ തന്നെ നമ്മളിന്ന് വീട്ടിൽ പോകേണ്ട ദിവസമാണ് കേട്ടോ. അപ്പോൾ മൊത്തത്തിലൊരു മടിച്ചൊരു ദിവസമായിരുന്നു. വെളുപ്പിനെയൊക്കെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇപ്പോൾ അത്യാവശ്യം ചെറിയൊരു വെയിലും നല്ല വെട്ടമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എത്ര നേരത്തേക്കാണെന്നറിയില്ല. അങ്ങനെ വെയിലൊക്കെ കണ്ട് കുഞ്ഞെണീറ്റിട്ടില്ല കേട്ടോ. അതിങ്ങനെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വെയിലൊക്കെ മാറിയതാ നല്ല അടിപൊളി മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഈ വെയിലും മഴയും മാറി മാറി നിൽക്കുവാണ്. മൊത്തത്തിൽ കാലാവസ്ഥയെല്ലാം മോശമായിക്കൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും. അപ്പം നമുക്ക് എന്തായാലും ഇന്ന് വീട്ടിൽ പോയേ പറ്റത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരു 9:30-10 മണിയൊക്കെ ആകാറായപ്പോഴത്തേക്കും വെയിലൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. ആ സമയം കണക്കാക്കി പിന്നെ ഞങ്ങളും ഇറങ്ങിയേ. കാരണം ഇനി നോക്കി നിന്നിട്ടും കാര്യമില്ല, കാരണം മഴയൊക്കെ തന്നെയായിരിക്കും. അതുകൊണ്ട് കോട്ടൊക്കെ ഇട്ട് സെറ്റായിട്ട് ഞങ്ങളങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ചെറിയ തണുപ്പും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഈരാറ്റുപേട്ട വരെ. ഈരാറ്റുപേട്ടയിൽ നിന്ന് പിന്നെ തീക്കോയിൽ നിന്ന് അങ്ങ് പോകുന്ന വഴിക്ക് പിന്നെ ഫുള്ളും മഞ്ഞാണ് കേട്ടോ. ഒരു രക്ഷയില്ല, ഭയങ്കര മഞ്ഞായിരുന്നേ. മഴയുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര ഇതായിട്ട് പറയാൻ പറ്റത്തില്ല, എന്നാലും ചാറ്റലുണ്ടായിരുന്നു. വലിയ ഹെവി റെയിനൊന്നും അല്ലായിരുന്നു കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ മഞ്ഞാണ് കേട്ടോ. വാഗമണ്ണ് പിന്നെ തീക്കോയി തൊട്ട് നമുക്കങ്ങ് വാഗമണ്ണ് അവിടെയൊക്കെ ഭയങ്കര മഞ്ഞായിരിക്കുമല്ലോ, ഭയങ്കര കോടമഞ്ഞായിരുന്നു കേട്ടോ. വഴിയൊന്നും കാണത്തില്ലാത്ത മാതിരി മഞ്ഞായിരുന്നേ. അപ്പം അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് നിർത്തി ചായ കുടിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ കടയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഈ മഴയും വെള്ളപ്പൊക്കമൊക്കെ ആയതുകൊണ്ട് പിള്ളേർക്കൊക്കെ സ്കൂളൊക്കെ അവധിയായിരുന്നേ. അപ്പം ഞങ്ങൾ ടോപ്പിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒരു കടയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്നാണ് നമ്മൾ ചായ കുടിക്കാൻ, അവിടെ മിക്കവാറും കടയൊക്കെ ഉള്ളതാണ്. അപ്പം നമുക്ക് എന്തായാലും അവിടെ ഒരു കടയിലും കാണും, അതുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് ചായ കുടിക്കാമെന്നും പറഞ്ഞ് നേരെ നമ്മൾ വിട്ടടിച്ച് പോവാണ് കേട്ടോ. പോകുന്ന വഴിക്ക് വെള്ളച്ചാട്ടം പോലെയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ തീക്കോയും വെള്ളിയോളവും ഒക്കെ കഴിഞ്ഞത് അതിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ നിന്നാണ് ചായ കുടിക്കാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ അവിടെ ഒരു കട ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ താഴോട്ട് നോക്കിയപ്പോൾ കണ്ടോ, ഭയങ്കര മഞ്ഞാണേ. ഫോണിനകത്ത് കുറച്ചും കൂടെ ഒരു വെട്ടമുണ്ട് കേട്ടോ, പക്ഷെ നേരിട്ട് കണ്ടാൽ ഒട്ടും നമുക്ക് കാണാൻ പോലും പറ്റത്തില്ലാത്ത പോലെ കോടമഞ്ഞായിരുന്നു കേട്ടോ. ചാറ്റൽ മഴയുണ്ടായിരുന്നേ. ആ മഴയത്ത് ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ടൂറിസ്റ്റ് ആൾക്കാരാണ് കേട്ടോ വന്നിരിക്കുന്നത്. അങ്ങനെ കടകളും കുറവായിരുന്നു, അതുകൊണ്ട് ഇവർക്ക് നല്ല കച്ചവടം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചായ കുടിക്കാൻ നിർത്തിയെടുത്തേ. പിന്നെ മുകളിലായിട്ടൊരു കടയുണ്ടായിരുന്നു. അങ്ങനെ ആകെ 2 കടയുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ചായ കുടിച്ചിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും കുഞ്ഞ് വഴക്കായിരുന്നേ. പിന്നെ പോയി ഇതാ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വരെ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ പോയിട്ടുണ്ട്. അച്ഛനും മോളും കൂടെ വെള്ളച്ചാട്ടം കാണാൻ പോയതാണ് കേട്ടോ. വെള്ളച്ചാട്ടം കണ്ടേച്ച് വരുന്നുണ്ട്. ചെറിയ തൂളമഴയുണ്ട് കേട്ടോ. നല്ല മഴയായിരുന്നു. ഇപ്പം അടുത്ത മഴ വരുന്നുണ്ട്. കാലാവസ്ഥ ഭയങ്കര മഴയാണ് കേട്ടോ. ചായ കുടിക്കാൻ നിർത്തിയതാണേ. ചായ വേണോ? എന്നാൽ ചായ പറഞ്ഞിട്ട് വാ. നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല കാറ്റും മഴയുണ്ട്. പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് പോന്നപ്പോഴത്തേക്കും വെയിലായിരുന്നു കേട്ടോ, കുഴപ്പമില്ലായിരുന്നേ. ഒരു വലിയ മഴ കഴിഞ്ഞിട്ട് പിന്നെ വെയിലായിരുന്നു. അപ്പം നമ്മുടെ ചായ വന്നു കേട്ടോ. ആ കടയുടെ ഉള്ളിലായിട്ട് ചെറിയൊരു സ്പേസ് ഉണ്ടായിരുന്നേ ഇരിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് ചായ കുടിക്കാണ് കേട്ടോ, വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോൾ കുഞ്ഞ് ചായ കുടിച്ച് കഴിഞ്ഞ് അവൾക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഡോക്ടറെ കാണിച്ചപ്പോൾ ചായയൊന്നും അധികം കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് വല്ലപ്പോഴും അല്ലേ എന്നോർത്ത്, പിന്നെ തണുപ്പൊക്കെ അല്ലേ, അതുകൊണ്ട് ചായ കൊടുത്തു കേട്ടോ. അതുപോലെ ബിസ്ക്കറ്റും ബേക്കറി ഐറ്റംസൊക്കെ കുറയ്ക്കാനാണ് പറഞ്ഞത് കേട്ടോ. പക്ഷേ നമുക്കിപ്പോൾ വേറെ ഓപ്ഷനൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് വാങ്ങിച്ചു കൊടുത്താണ് കേട്ടോ. വേറെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ മാഗിയും ബ്രെഡൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ അത് കഴിക്കാനും ഒക്കെ വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. മാഗിയൊക്കെ ഇടയ്ക്ക് മുട്ടിനും കഴിച്ച് ഇപ്പം മടുപ്പായി, അതുകൊണ്ട് അതും അങ്ങനെ വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ച് പോവുകയാണ് കേട്ടോ. ഇങ്ങനെ
പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഞ്ഞാണ്. ഈ വഴിയൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ മഞ്ഞ് മൂടിക്കിടക്കുന്നത് കാണാനായിട്ട് നല്ല രസമാണ്. പക്ഷേ യാത്രയൊക്കെ ഭയങ്കര ദുർഘടമാണ് കേട്ടോ. പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ മഴയൊക്കെ കൂടുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ വാഗമണ്ണൊക്കെ ആകുമ്പം വെള്ളിക്കുളം ആ ഒരു ഏരിയയിലൊക്കെ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് തന്നെ പോകണമെന്നുള്ള തീരുമാനത്തിൽ അങ്ങ് പോയത്. കാരണം ഒരുപാട് ദിവസമായിട്ടുണ്ടല്ലോ ഇപ്പം പോന്നിട്ടേ. അപ്പോൾ ഇനിയിപ്പോൾ അടച്ച മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കാണേലും വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ. കുഞ്ഞാണേലും ഉറങ്ങിയൊന്നുമില്ല കേട്ടോ. പൊതുവേ ഉറക്കം കുറവാണ്. പിന്നെ ഇന്നെന്തോ മഴയും മഞ്ഞൊക്കെ ആയതുകൊണ്ടായിരിക്കും ഒട്ടും ഉറങ്ങിയില്ല കേട്ടോ. ആൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. വണ്ടിയിലൊക്കെ ഇരുന്ന് ഭയങ്കര വർത്തമാനവും കളിയൊക്കെ ആയിരുന്നു കേട്ടോ. വാങ്ങിച്ചു തരാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഭരണങ്ങാനപ്പള്ളി പോയപ്പോഴേ ഒരു ബലൂണുകാരനെ കണ്ടായിരുന്നേ. അന്നേരം നമ്മൾ ആ ബലൂൺ വാങ്ങിക്കാതെ പോന്നു. കാരണം പിറ്റേ ദിവസം ഇങ്ങ് പോരുമല്ലേ. അപ്പോൾ പിന്നെ അത് വാങ്ങിച്ചാലും വലിയതാണ്, കൊണ്ടുവരാനൊന്നും ഒരു നിർവാഹമില്ല. അതുകൊണ്ട് പിന്നെ വാങ്ങിച്ചില്ല. അപ്പം തൊട്ട് തുടങ്ങിയതാണ് കേട്ടോ ബലൂൺ വാങ്ങിച്ചു തരാൻ. അപ്പം എന്തായാലും ചെന്നിട്ട് നമുക്കൊരു ബലൂണൊക്കെ വാങ്ങിച്ചുകൊണ്ട് വേണം പോവാൻ. അങ്ങനെ നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല മഞ്ഞുണ്ട്, തണുപ്പുണ്ട്. പിന്നെ ഈ പ്ലാസ്റ്റിക് ഇട്ടിരിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കുഞ്ഞിനാണേലും കുഴപ്പമൊന്നുമില്ല, തണുപ്പൊന്നുമില്ല. ചൂടുള്ള മെറ്റീരിയലാണ്. ഇപ്പോൾ കട്ടപ്പനയിലേക്ക് നമ്മുടെ അവിടുത്തെ കാലാവസ്ഥ തന്നെയായിരിക്കും കേട്ടോ. മഴയാണേലും ഇടയ്ക്ക് മഴയും വെയിലും അങ്ങനെയൊക്കെ ആയിരിക്കുമേ. അപ്പം ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് മഴ തുടങ്ങിയ പിന്നെ അടുപ്പിച്ച് മഴയാണ് കേട്ടോ. ഒരു വെയിലൊന്നുമില്ല, മൊത്തത്തിലൊരു മങ്ങിയ കാലാവസ്ഥയാണ് ഇവിടെ. നേരത്തെ തൊട്ടേ അങ്ങനെ തന്നെയാണ് കേട്ടോ. മഴക്കാലമായ പിന്നെ സ്ഥിരം മഴ തന്നെയായിരിക്കും. അതുകൊണ്ട് കടകളൊക്കെ പൊതുവെ കുറവായിരുന്നു കേട്ടോ. പിന്നെ താഴെ ഒരു കട ഇന്നിപ്പോൾ അവധിയാണെന്ന് പറഞ്ഞു. കോട്ടയം ജില്ലയ്ക്ക് ഇന്ന് അവധിയാണ്. കോട്ടയം ജില്ലയല്ല, വേറെ കുറേ ജില്ലകളും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അവർ അവധിയായതുകൊണ്ട് പിന്നെ ഈ ഒരു ഏരിയയിലൊന്നും നമുക്ക് ഫോണിന് റേഞ്ച് ഒന്നും ഇല്ല കേട്ടോ. ഒരു നിർവാഹമില്ല. ഇവിടെയൊക്കെ എങ്ങാനും വന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യരെ നമുക്കൊന്ന് വിളിക്കാനായിട്ട് ഒരു നിർവാഹം ഉണ്ടാവില്ല. ഭയങ്കര സ്ലോ ആണ് നെറ്റ്. ഇതിപ്പോൾ നമ്മൾ വാഗമണ്ണിലേക്ക് വരുന്ന റൂട്ടെത്തി കേട്ടോ. നല്ല തിരക്കുണ്ട്. എന്തുവാണ് ഇവിടെ, അടിപിടിയാണോ? എന്തുവാണ്? വാഗമൺ ടൗൺ ആണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ജീപ്പുകാരൊക്കെ ഉണ്ട്. ഇവരെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ട്രിപ്പൊക്കെ കൊണ്ടുപോകുവേ. ഇവിടെ നമ്മൾ വാഗമണ്ണിൽ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ അങ്ങനെയൊക്കെ കൊണ്ട് കാണിക്കും കേട്ടോ. എന്തോ നമുക്ക് വാങ്ങിക്കാവേ. കോടയും ബീഫിയും വേണം, അതങ്ങനെ നമുക്ക് വാങ്ങിക്കണം. അപ്പം അങ്ങനെ അവർ നമ്മളങ്ങനെ അവിടെ നിന്ന് കൊണ്ടുപോകും കേട്ടോ. മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും പൊതുവെ എല്ലാവർക്കും ഓട്ടോ ഒക്കെ കുറവെന്ന് തോന്നുന്നു. എനിക്കിനിയിപ്പോൾ എക്സാമും കാര്യങ്ങളൊന്നും ഇല്ല. എൻ്റെ എല്ലാ എക്സാമും കഴിഞ്ഞു, പ്രാക്ടിക്കൽ കഴിഞ്ഞു, ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞു. അപ്പോൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം റിസൾട്ട് വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇനിയിപ്പം നമുക്ക് കോളേജിൽ പോകേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ലേ. അതുകൊണ്ട് പിന്നെ തിരിച്ചു പോകുന്നത്. ഇപ്പം ഈ റോഡൊക്കെ നോക്കിയാൽ ഈ വെള്ളം അല്ലേ. പിന്നെ ഇവിടെ ഒരു ചായ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നമുക്ക് കിട്ടാതെ വന്നായിരുന്നു നമ്മളിവിടെ വരെ വരേണ്ടി വന്നേനെ. ഇടയ്ക്കൊന്നും വേറെ കടകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ബസ്സൊക്കെ ഉണ്ട്. ഇങ്ങോട്ടൊക്കെ കൂടുതലും തേയിലത്തോട്ടമാണ് കേട്ടോ. ഇവിടം തൊട്ടൊക്കെ ഇനി തേയിലത്തോട്ടം സ്റ്റാർട്ട് ചെയ്യുവാണ്. നേരത്തെയൊക്കെ ഞങ്ങൾ വരുമ്പോൾ കയറുമായിരുന്നു. പിന്നെ ആ ക്യൂരിയോസിറ്റിയൊക്കെ പോയി കേട്ടോ. കണ്ടും കേട്ടും സ്ഥിരമായി കഴിഞ്ഞപ്പോഴേ. അപ്പം അങ്ങനെ നേരെ പോവുക, എങ്ങും നിർത്താറൊന്നുമില്ല. ഫുഡ് കഴിക്കാനൊക്കെ അങ്ങ് നിൽക്കാന്നുള്ളൂ. അല്ലാതെ വേറെ എങ്ങും നിർത്തി ഫോട്ടോ എടുക്കും അങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ആ ക്യൂരിയോസിറ്റിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇപ്പം അങ്ങനെയൊന്നും ഫോട്ടോ എടുക്കും പരിപാടിയൊന്നുമില്ല. നേരെ പോവാന്നുള്ള പ്ലാനിലാണ് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എക്സാമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത മാസം 2-3 മാസത്തിനുള്ളിൽ റിസൾട്ട് വരുമായിരിക്കും. അപ്പം അങ്ങനെയുള്ളൂ. പിന്നെ നമ്മൾ കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണാത്തവരൊന്ന് കണ്ടു വന്നേ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ മോളെയും കൊണ്ട് 1 മാസം കഴിയുമ്പോൾ ഒന്ന് ചെക്കപ്പിന് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് പോയാൽ മതി. ഓണത്തിൻ്റെ ഇടയ്ക്കൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്കിനി പോയാൽ മതി. അല്ലാതെ ഇനിയിപ്പോൾ ഇടയ്ക്ക് പോകേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. ഇനി അവിടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഏകദേശം 2 മാസം അടുത്തായിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട്.
അപ്പം എല്ലാം തിരിഞ്ഞ് കിടക്കുമായിരിക്കും. ഇനി അതെല്ലാം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം അതൊരു നല്ല പണിയുണ്ടാവും. ഇനി അവിടെ ഒന്ന് ക്ലച്ച് പിടിച്ചെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ കുഞ്ഞിനെ അംഗൻവാടി വിടണം. അങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ എന്തോ പണിത് വരുവാണല്ലോ. എന്തോ പണിയാനുള്ള പ്ലാനിങ്ങിലാണെന്ന് തോന്നുന്നു. മണ്ണൊക്കെ എടുത്ത് വല്ല പാർക്ക് പോലെ വല്ല സെറ്റ് ചെയ്യാനായിരിക്കും. കാണത്തില്ലേ, മഞ്ഞാണ്, മഞ്ഞ്. ഇവിടെ കുതിരയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അതിൻ്റെ അപ്പുറത്താണ്, മണ്ണ് പൊങ്ങി കയറി. ഇവിടെ ചിലപ്പോൾ കാണുമായിരിക്കുമേ, ഈ റൂട്ട് ചിലപ്പോൾ സാധനം കാണുമായിരിക്കും കേട്ടോ. ബി കെയർഫുൾ. ഇത് നമ്മൾ വാഗമണ്ണിലേക്കുള്ള റൂട്ടാണ് കേട്ടോ. ഇവിടെ കടകളും എല്ലാം അടഞ്ഞിരിക്കുക. ഇപ്പം ഇന്ന് അവധിയായതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. എന്നാലും ഈ മഴയുടെയും ഇതൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ആൾക്കാരൊക്കെ കാണുമായിരിക്കും കേട്ടോ. എന്നാലും ഷോപ്പുകളെല്ലാം അടവാണേ. 1-2 ഷോപ്പൊക്കെ ഉണ്ട്. അതെ, ഇവിടെ ഒരെണ്ണമുണ്ട്, ഇങ്ങോട്ട് കുറച്ചുണ്ട്. മഴയായതുകൊണ്ട് എല്ലാവർക്കും മടുപ്പായിരിക്കും കേട്ടോ, ആൾക്കാരും കുറവായിരിക്കുമേ. കുതിരനെ കണ്ടോ? കുതിരനെ കണ്ടില്ല. നല്ല ഇങ്ങോട്ട് വന്നപ്പോൾ മഴയൊക്കെ മാറി കേട്ടോ. ഇപ്പോൾ വാഗമണ്ണായിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നല്ല കാറ്റുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ പുറകിലുള്ളത്, വാഗമണ്ണിൻ്റെ ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മിന്നൂസിന് എന്താ വേണ്ടത്? പി വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് ആദ്യം കയറി വന്നപ്പോൾ കടയൊന്നും ഇല്ലായിരുന്നേ. പിന്നെ കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും 2-3 കടയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പി ഇട്ടിട്ടുണ്ടായിരുന്നു, തൂക്കി ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കണ്ടപ്പോൾ പി വേണം. അപ്പം അതിന് ഏട്ടനെ പറഞ്ഞു വിട്ടിട്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണേ. അപ്പം അതിന് പി വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടിട്ട് നമ്മളിവിടെ നിൽക്കുവാണല്ലേ. ഹായ് ഹലോ, എന്നാണ്ട്? മഴയുണ്ടോ? മഴയില്ലേ? അപ്പൊ പിന്നെ മഴയില്ലേ? മഴയില്ലാതെ മഴയത്തല്ല നമ്മൾ വന്നേ. തണുപ്പുണ്ടോ? തണുക്കുന്നുണ്ടോ? പക്ഷെ കൈ വായി വെക്കാതെ ചിജി. അതാ പൈ വരുന്നുണ്ട്. ആനയാണോ? ആന അതുപോലെ ഊതണം. മലയിൽ വെയിലാണ് കേട്ടോ. ഇവിടെ മഴയും അവിടെ വെയിലും. അവിടെ ഭയങ്കര വെയിലാണ്. ഞങ്ങളിപ്പോൾ കട്ടപ്പനടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര മഴയായിരുന്നു, ഭയങ്കര ഇത് നനഞ്ഞ്. നമ്മളിപ്പോൾ അഞ്ചുരുളി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്കാണ് അഞ്ചുരുളി എന്ന് പറഞ്ഞ സ്ഥലമേ. ഒരു പ്രാവശ്യം കണ്ട് വന്നിട്ടുണ്ട്. അന്ന് ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ വെള്ളമൊന്നുമില്ലായിരുന്നു കേട്ടോ. ഈ വഴിക്ക് വന്നപ്പോൾ ഇവിടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. മിസ് എവിടെ? ഓ ഇതാ ഉരുളിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നതാണ് കേട്ടോ. പക്ഷെ നമുക്ക് അങ്ങോട്ടൊന്നും പോയി നോക്കാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു കേട്ടോ. കാരണം അതുപോലെ നല്ല വെള്ളമുണ്ട്. ഇപ്പം എല്ലായിടത്തും തന്നെ വെള്ളമാണല്ലോ, മഴയും വെള്ളപ്പൊക്കവും ഒക്കെ ആയതുകൊണ്ടേ നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്നേ. കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. തിരിച്ചു പോണേ, ഭയങ്കര വെള്ളം കേട്ടോ, ഒരു രക്ഷയില്ല. കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ. തിരിച്ചു പോരുവാണ്.
ഇതാണ് കേട്ടോ വഴി. ഇത് കണ്ടോ, ഇതാ ആ മരത്തിലൊരു ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട്. ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് ഞാനൊന്ന് കയറി ആടി കേട്ടോ. പക്ഷേ കുഞ്ഞന്നേരത്തേക്ക് വഴക്കായിരുന്നു. ഞാൻ കയറിയിരുന്ന് ആടുന്ന കണ്ടിട്ട് ഒട്ടും സമ്മതിക്കത്തില്ലായിരുന്നു. നമുക്ക് പേടിയായിരുന്നു കേട്ടോ. അതിൻ്റെ പിന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോയി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് സമയമില്ല, ഇപ്പോൾ ഒത്തിരി താമസിച്ച് ഒരു 5 മണി ആറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്കും നമുക്ക് കാലാവസ്ഥ വ്യത്യാസമുണ്ട് കേട്ടോ. മൂടി നിൽക്കുവാണ്. അപ്പം വെയിലുമില്ല മഴയില്ല, അങ്ങനെ ഒരു സെറ്റപ്പിലായിരുന്നു കേട്ടോ. ഇനിയിപ്പം നമ്മൾ നേരെ വീട്ടിലേക്കാണ്. ഇപ്പോൾ തന്നെ സമയം ഒരുപാട് വൈകി കേട്ടോ. അപ്പം നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാണ്.